ഹായ് ഓൾ. അടുത്തിടെ ഏറെ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചൊരു കാര്യമാണ് ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ. പുതിയ സെൻസസിന് ശേഷമാവും ഇതിലേക്ക് കടക്കുക. 2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്. പിന്നീട് 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 82 പ്രകാരം ഓരോ സെൻസസ് കഴിയുമ്പോഴും ഓരോ സ്റ്റേറ്റും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ജനസംഖ്യ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തണം. ഇത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ പോപ്പുലേഷൻ കുറവുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയും ബീഹാർ, യു.പി., മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള ഉയർന്ന പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങൾക്ക് നേട്ടമായി മാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ജനസംഖ്യാ നയം കൃത്യമായി നടപ്പിലാക്കി വരുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. അതായത് ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം ലോക്സഭയിലെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയുമെന്നർത്ഥം. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിനാവുമോ? എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.